ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഉച്ചത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മീൻ പൊള്ളിച്ചതും പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് അവിച്ചതുമാണ്. അപ്പം ഇവിടെ നമുക്ക് ചീലാവ് മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മീനിൻ്റെ പേര് ചീലാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഈ മീനിൻ്റെ പേര് എന്താണെന്നുള്ളത് കമൻറ്റ് അറിയിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് കൊഴിയാള മീൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ മാറ്റി വെച്ച് നാളത്തേക്ക് വേണ്ടി പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മീനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ആ മീൻ നമുക്ക് വരഞ്ഞു കൊടുക്കാം എന്ന് വെച്ചാൽ പിന്നെ വരഞ്ഞു കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ പിന്നെ മിക്സാക്കി പുരട്ടി വയ്ക്കുകയാണ്. പിന്നെ അതിന് ശേഷം എൻ്റെ മോനുള്ള ഫുഡ് ഉണ്ടാക്കണമായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് വന്നിട്ട് കുറച്ച് പരിപ്പൊക്കെ എടുത്ത് പിന്നെ അതിനെ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് തന്നെ ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പം കുക്കറിൽ ഒന്നുകൂടെ വേവുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ എൻ്റെ മോന് 9 മാസം തന്നെ ആയിട്ടുള്ളൂ. അതാണ് ഈ ഒരു ഫുഡ് ഉച്ചയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. അപ്പം പിന്നെ അതിലേക്ക് തന്നെ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കായ ഇട്ട് കൊടുക്കാമെന്ന്. പിന്നെ പകുതി കായം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടു ഞാൻ അടച്ച് വെച്ച്. അപ്പോൾ ഇതിനെ നമുക്കിനി അടുപ്പിലേക്ക് വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കിഴങ്ങുണ്ട്, ഞാൻ അത് വൃത്തിയാക്കി കണ്ടിച്ച് നമുക്ക് ഇതും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇതുപോലെയാണ് കണ്ടിച്ച് വയ്ക്കുന്നത്. എനിക്ക് വലിയ കഷ്ണമായിട്ട് കിഴങ്ങ് കിടക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇക്കാക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലുതായിട്ട് ഇങ്ങനെ കണ്ടിച്ചിട്ടുള്ളത്. എനിക്ക് ചെറിയ കഷ്ണമായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അതിനെയും കഴുകിയെടുത്ത് ഞാൻ പാനയിലിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പം പാവയ്ക്ക ഉണ്ടായിരുന്നു. പാവയ്ക്ക വേവിക്ക് പുരട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതിന് വേണ്ടി ഒരു പകുതി സവാളയും അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ പച്ചമുളക് നല്ല ഉള്ളത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ പകുതി പാവയ്ക്ക തന്നെ, കാരണം ഇവിടെ വേറെ ആരും കഴിക്കാനില്ല, ഞാനും ഇക്കായി മാത്രമേ തന്നെ കഴിക്കാനുള്ളൂ. അപ്പം അത്രയും മതി. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് പിന്നെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ കിഴങ്ങ് വെന്താന്നൊക്കെ നോക്കിയപ്പോൾ കിഴങ്ങ് കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാവയ്ക്ക വേവിക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇത് വന്നിട്ട് ഇടയ്ക്ക് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്നൊക്കെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മോൻ്റെ ഫുഡ് ഇവിടെ റെഡിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് നോക്കിയപ്പം കിഴങ്ങും വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മീനിനെ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീനിനെ വന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം, മറിച്ചും തിരിച്ചും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരേ സമയം ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം ഒരു സൈഡ് മാത്രം നിന്ന് മൊരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ കിഴങ്ങും മീൻ പൊള്ളിച്ചതും പിന്നെ പാവയ്ക്ക വേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് അറിയിക്കുക.